അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ ഖാൻ കരിക്കോട് സാറിനോടുള്ള നമ്മുടെ ക്ലാസ് അൽഹംദുലില്ലാ കുറേ എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അത് ആ വ്യത്യാസങ്ങളിൽ തന്നെ നമ്മൾ ബാഹ്യമായി നോക്കുമ്പോൾ സ്ത്രീയും പുരുഷനുമാണെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അതിൽ ഉപരി ആ മാനസികമായ വ്യത്യാസങ്ങൾ അറിയാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അത് സാറ് ഒന്ന് വിശദീകരിച്ചാൽ ഉപകാരപ്പെടും. ഒന്ന്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായി നമുക്ക് വസ്ത്രധാരണത്തിലൂടെ അറിയാം, അല്ലാതെ അറിയാം, ശാരീരികമായി അറിയാം. പക്ഷേ ശാരീരത്തിനപ്പുറത്ത് സ്ത്രീകൾക്ക് ചില ഇഷ്ടങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ദൗർബല്യം അവർക്ക് എന്തിനോടാ? അവർക്ക് സ്വർണത്തോടും വസ്ത്രത്തോടുമാണ്, ഇല്ലേ? ഈ ഒരു സ്വർണത്തിന്റെ കാര്യം പറഞ്ഞല്ലേ എനിക്ക് അവർ വഴക്കിടുന്നത് വസ്ത്രധാരണത്തിൽ. പിന്നെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ വളരെ ചെറുതാണ്. അവരുടെ ലോകം അടുക്കളയാണ്, പ്രധാനമായിട്ട് അടുക്കള. ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഒക്കെ വിപുലമായി തന്നെയും അടുക്കള അവരുടെ ഒരു ലോകമാണ്. ഒരു വീട് കെട്ടുമ്പം തന്നെ ഏതാണ് അടുക്കള ശരിയായിരിക്കണമെന്നല്ലേ അവർ ആവശ്യപ്പെടാറുള്ളത്. അതുപോലെ അവരുടെ ആഗ്രഹങ്ങൾ വലുതൊന്നുമല്ല, കൊച്ചു ആഗ്രഹങ്ങൾ. അതാ അടുക്കള ഇന്ന കാര്യം വേണം, ഇന്നത് കാര്യം വേണം, അല്ലാതെ നമ്മൾ അവിടുത്തെ കാർ പോർച്ച് ഇന്നത് വേണമെന്നൊന്നും അവർ പറയാറില്ല. അപ്പോൾ ഇതാണ് കൊച്ചു കാര്യങ്ങൾ. പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പണം, പ്രശസ്തി, ആളുകളുടെ അംഗീകാരം, കാറ്, മറ്റുള്ളത് ഒക്കെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീയൊക്കെ അങ്ങനെ ആഗ്രഹിക്കാമെങ്കിലും അതൊക്കെ വളരെ ചുരുക്ക ലെവലേ ഉള്ളൂ. അതാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ. ഈ വൈകാരികമായിട്ട് എടുത്താലേ ഈ സ്ത്രീക്കൊരു ആശ്രയബോധം. അതെ, ഒരു പുരുഷനെ ആശ്രയിക്കാനാണ് ഒരു സ്ത്രീക്ക് ഇഷ്ടം, അല്ലാതെ അവൻ്റെ മേൽക്കോയ്മയല്ല. സാധാരണ സ്ത്രീ ഒരിക്കലും ഒരു പുരുഷനെ മേൽക്കോയ്മ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചുരുക്കം ചില ആളുകളെ കാണും അങ്ങനെ വരുന്ന, അല്ലെങ്കിൽ അവളെ വേദനിപ്പിച്ചാൽ മാത്രമായിരിക്കാം എന്തെങ്കിലും ഒന്ന് മറുത്തു പറയാനിടയുള്ളത്, ഇല്ലേ? ഇവിടെ പൂച്ചയെ തന്നെ ഒരുപാട് വേദനിച്ചാൽ അള്ളു എന്ന് പറയുന്ന കൂട്ടൊക്കെയാണ്. പക്ഷേ ഒരു എളിമ, അതുപോലെ തന്നെ ഒരു മൃദുലമായ ഒരു സമീപനമാണ് സാധാരണ സ്ത്രീകളിൽ നിന്നുണ്ടാകുന്നത്. ഇത് മറിച്ച് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു പെരുമാറ്റ രീതിയാണ്. അപ്പോൾ സ്ത്രീകളുടെ ദൗർബല്യത്തെ നമ്മൾക്ക് അറിയണം. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രശസ്തിയും ധീരത കാണിക്കണമെന്നും നേതൃത്വ നിലയിൽ കാണണമെന്നും, ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ വരുന്നെങ്കിൽ നേതൃത്വ നിലയിൽ എപ്പോഴും പുരുഷനാണ്. എന്തിനും മുന്നിട്ടിറങ്ങുന്നതും പുരുഷനായിരിക്കും. സ്ത്രീക്ക് എപ്പോഴുമാണ്. ഒരു പാമ്പിനെ കണ്ടാൽ സ്ത്രീ എന്ത് ചെയ്യും? വിളിച്ചു, അയ്യോ പാമ്പേ എന്ന് പറയും. പക്ഷെ പുരുഷനാണെങ്കിലോ പാമ്പെടുത്ത് അടിച്ചു കൊല്ലാൻ വരും. അപ്പോൾ ഇത് തമ്മിലുള്ള സ്ത്രീകൾ തമ്മിലുള്ള ആ ഇഷ്ടങ്ങളൊക്കെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അഭിപ്രായം ഇടയ്ക്കിടയ്ക്കൊക്കെ മാറിക്കൊണ്ടിരിക്കും. അവൾ പറയുന്ന അഭിപ്രായം ഇപ്പോൾ പറയുന്ന അഭിപ്രായം ആയിരിക്കാം. പിന്നെ അല്ലെ നീ നേരത്തെ അങ്ങനെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാകുന്നത്, അല്ലേ? അങ്ങനല്ലേ വഴക്കുണ്ടാകുന്നത്. ഇപ്പോൾ പുരുഷനാണെങ്കിൽ അത് പറഞ്ഞായിരിക്കും, നീ പറഞ്ഞത് നീ തപ്പുമ്പോൾ മാറിപ്പോയില്ലേ, ഇങ്ങനെ അല്ലല്ലോ വേണ്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞായിരിക്കും. പുരുഷൻ മാറത്തില്ല, സ്ത്രീ മാറും. അപകടമാണെങ്കിലും ഒരു അപകടത്തിൽ വന്നാൽ, അപകടത്തിൽ പെട്ടാൽ ആശ്രയമാണ്. അപ്പോൾ ആശ്രയത്തോട് എന്ന് വെച്ചാൽ പെട്ടെന്ന് കരഞ്ഞ് വിളിച്ച് ഒരു ആശ്രയം വേണമെന്നായിരിക്കാം സ്ത്രീ ആഗ്രഹിക്കുന്നത്. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അതുപോലെ തന്നെ കുറ്റസമ്മതം, ഒരു എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടായാൽ അത് സമ്മതിക്കാൻ സ്ത്രീക്ക് ഇഷ്ടമായിരിക്കും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സമ്മതിച്ചൊന്നും കൊടുക്കത്തില്ല. എന്ത് ശരിയാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ താൻ പിടിച്ചത് തന്നെയാണ് ശരി എന്ന് പുരുഷൻ വാദിച്ചുകൊണ്ടിരിക്കും. സ്ത്രീ അങ്ങനെയല്ല, എന്നെ ഒരു തെറ്റോ നിങ്ങളങ്ങനെ ക്ഷമിച്ചുകൂടെ മനുഷ്യ എന്ന് ചോദിച്ചായിരിക്കും അവരെടുക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം വ്യത്യാസങ്ങളെ അതിൻ്റേതായ രീതിയിൽ സ്ത്രീ എന്ന ദൗർബല്യമാണ് എന്ന രീതിയിൽ കണക്കാക്കി അവരോട് ഇടപെട്ടാൽ സ്ത്രീ ഏറ്റവും നല്ല ഒന്നായിരിക്കും. നമ്മുടെ പങ്കാളി എന്ന നിലയിൽ അവരെ കവിഞ്ഞ് വേറൊന്നുമില്ല. ദൗർബല്യങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ദൗർബല്യങ്ങളാണ് ഈ കാണിക്കുന്ന, അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഉപകാരപ്പെട്ട അറിവുകളാണ് നമുക്ക് സാറ് പകർന്നു തന്നത്. അൽഹംദുലില്ലാ, പ്രത്യേകിച്ച് സ്ത്രീയുടെ മനസ്സറിയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വിഷയം നമുക്ക് ഉപകാരപ്പെടുന്നത്. അത് അൽഹംദുലില്ലാ ഈ മറ്റുള്ള വീഡിയോകളും മുൻ വീഡിയോകളൊക്കെ കണ്ട്, അതായത് കുട്ടികളുടെ മനസ്സറിയാം എന്നതുപോലെ സ്ത്രീകളുടെ മനസ്സറിയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടും പരസ്പരം സ്ത്രീയും പുരുഷനും, ഒരു പുരുഷനെ സംബന്ധിച്ചുള്ള മനസ്സും സ്ത്രീ അറിയണം. അതിലേക്ക് നമ്മൾ കടന്നെത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിലൊക്കെ അത് വിശ്വസിക്കുന്നു. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.